ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു. ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് നല്ലൊരു നാടൻ കോഴിക്കറിയുടെ റെസിപ്പിയാണ് നിങ്ങൾക്ക് കാണിച്ചു തരുന്നത്. നമ്മൾ ചിക്കനൊക്കെ വാങ്ങിക്കുമ്പോൾ വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കാൻ പറ്റുന്ന നല്ലൊരു ഈസി റെസിപ്പിയാണ്. അതിനു മുമ്പായിട്ട് നമ്മുടെ വീഡിയോ പുതുതായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ വീഡിയോയിലേക്ക് സ്വാഗതം. ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. എങ്കിൽ മാത്രമേ നമ്മൾ വീഡിയോസൊക്കെ ഇടുമ്പോഴത്തേക്കും പെട്ടെന്ന് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുള്ളൂ. നമ്മുടെ വീട്ടിലൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റിയ പെട്ടെന്ന് തയ്യാറാക്കാനും നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഈസി റെസിപ്പീസൊക്കെയാണ് ഞാൻ അപ്ലോഡ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഒട്ടും സമയം കളയാതെ നമ്മുടെ വീഡിയോയിലേക്ക് പോയാലോ. ഒരു നോൺ സ്റ്റിക്കിൻ്റെ പാത്രമാണ് ഞാൻ വെച്ചിരിക്കുന്നത് കുക്ക് ചെയ്യാനായിട്ട്. അതിലേക്ക് വെളിച്ചെണ്ണയാണ് ചേർത്ത് കൊടുക്കുന്നത്. അത് കഴിഞ്ഞിട്ട് അതിലേക്ക് കുറച്ച് ഹോൾ സ്പൈസസ് ആയിട്ടുള്ളത് ഏലക്ക, പട്ട, ഗ്രാമ്പു അങ്ങനെയുള്ളത് കുറച്ച് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നമുക്കൊരു വലിയ കഷ്ണം ഇഞ്ചിയും ഒരു ഫുള്ള് വെളുത്തുള്ളിയും പിന്നെ 3-4 പച്ചമുളകും ചെറുതായിട്ടൊന്ന് മിക്സിയുടെ ജാറിലിട്ടൊന്ന് ക്രഷ് ചെയ്താണ് ചേർക്കുന്നത്. വെളുത്തുള്ളി എത്രത്തോളം ചേർക്കാവോ അത്രത്തോളം നല്ല ടേസ്റ്റാണ്. ഇനി വലിയൊരു സവാള, 3 വലിയ സവാളയാണ് ഫൈനായിട്ട് ചോപ്പ് ചെയ്താണ് ഞാൻ ചേർത്ത് കൊടുത്തിരിക്കുന്നത്. കുറച്ച് കറിവേപ്പില ചേർത്തിട്ടുണ്ട്. ഈ സവാളയൊക്കെ ഒന്ന് പെട്ടെന്ന് വാടിക്കിട്ടാൻ ഒരല്പം ഉപ്പും കൂടി ഇട്ടിട്ട് ഞാനൊന്ന് സോട്ട് ചെയ്തെടുക്കുന്നുണ്ട്. നമ്മളെപ്പോഴും സവാളയൊക്കെ എല്ലാം വളരെ ചെറുതായിട്ട് നമുക്ക് കട്ട് ചെയ്ത് ഇടുവാണെങ്കിൽ നമ്മുടെ ഗ്രേവിയൊക്കെ നല്ല തിക്കായിട്ട് കിട്ടും. ഇതിലേക്കുള്ള മസാലപ്പൊടികൾ മല്ലിപ്പൊടി എടുത്തിട്ടുണ്ട്, മഞ്ഞൾപ്പൊടി, ഗരം മസാല, കുരുമുളക് പൊടി, കാശ്മീരി മുളക് പൊടി, പിന്നെ കുറച്ച് ബിരിയാണി മസാലയുമാണ് ഞാൻ ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഈ സമയത്ത് നല്ല രീതിയിൽ തന്നെ നല്ലതായിട്ട് ബ്രൗണായി വന്നിട്ടുണ്ട് സവാള. അതിലേക്ക് സ്റ്റൗ വളരെ ചെറുതാക്കി വെച്ചതിന് ശേഷം സ്ലോ ഫ്ലെയിമിൽ വെച്ച് നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്ത് കൊടുക്കണം. ഇത് നല്ല രീതിയിൽ സ്ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായിട്ട് വറുത്തെടുക്കണം. ഇത് കണ്ടില്ലേ, ഇതേപോലെ കുറച്ച് സമയമെടുത്താണ് ഞാനിത് ചെയ്തെടുത്തത്. പെട്ടെന്ന് ഫുൾ ഫ്ലെയിമിൽ വെച്ചാൽ പെട്ടെന്ന് അത് പുകഞ്ഞു പോകും. അതായത് ആ ഒരു മസാലക്കൂട്ടുകളുടെയൊക്കെ ആ ടേസ്റ്റ് കിട്ടില്ല. സ്ലോ ഫ്ലെയിമിലാവുമ്പോഴത്തേക്കും നമുക്ക് ആ കറക്റ്റ് എല്ലാത്തിൻ്റെയും ടേസ്റ്റ് കിട്ടും. അതിലേക്ക് നന്നായിട്ട് പഴുത്ത 3 തക്കാളി ഞാൻ നന്നായിട്ട് മിക്സിയിലേക്ക് പേസ്റ്റ് ആക്കാതെ ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്താണ് ചേർത്തത്. അതും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. തക്കാളി ചേർക്കുമ്പോഴത്തേക്കും നമുക്ക് ഫുൾ ഫ്ലെയിമിലൊക്കെ വെക്കാം, നന്നായിട്ടൊന്ന് വാടിക്കിട്ടാൻ വേണ്ടി. അതിലേക്ക് ഒരല്പം വെള്ളവും കൂടി ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് നന്നായിട്ടൊന്ന് ഇളക്കി നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം. അതായത് എണ്ണയൊക്കെ നന്നായിട്ട് പുറത്തേക്ക് വരുന്നതാണ് ശരിക്കും മസാല നന്നായിട്ടൊന്ന് കുക്കായി എന്ന് മനസ്സിലാക്കുന്നത്. അപ്പോൾ നമുക്ക് നന്നായിട്ടൊന്ന് സ്ലോ ഫ്ലെയിമിലോ അല്ലെങ്കിൽ ഫുൾ ഫ്ലെയിമിലോ കൈ എടുക്കാതെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഇതേപോലെ കൊടുക്കണം. അപ്പോൾ നമ്മൾ വരട്ടി വരക്കുമ്പോൾ നല്ലൊരു സ്മെല്ലൊക്കെ വരും ആ മസാലയുടെയൊക്കെ. നമ്മൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കുന്ന ഗരം മസാലയൊക്കെ അല്ലേ, നല്ലൊരു ഫ്ലേവറൊക്കെ നല്ലൊരു സ്മെല്ലൊക്കെ ആയിരിക്കും. നല്ല രീതിയിൽ കുറച്ച് സമയമെടുത്ത് ഇതേപോലെ മിക്സ് ചെയ്ത് നന്നായിട്ടൊന്ന് വരട്ടി എടുക്കണം. അത് തന്നെയാണ് നമ്മളുടെ ഈ ചിക്കൻ കറിക്ക് നല്ല ടേസ്റ്റ് കൂട്ടുന്നത്. ഈ ഒരു പാകമാകുമ്പോഴത്തേക്കും നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ഞാനിതൊരു 1.5 കിലോ ചിക്കൻ ഫുള്ളായിട്ടുള്ളത് കട്ട് ചെയ്താണ് എടുത്തിരിക്കുന്നത്. അതെല്ലാം ഒരുമിച്ച് ചേർത്തിട്ട് നല്ല രീതിയിലൊന്ന് കുക്ക് ചെയ്തെടുക്കണം. ചിക്കൻ്റെ കുക്കിംഗ് ടൈമൊക്കെ എല്ലാവരും നോക്കിയെടുക്കണം. കാരണം ഓരോ സ്ഥലത്ത് നമുക്ക് കിട്ടുന്നത് ബ്രോയിലർ ചിക്കനും അതുപോലെ നാടൻ കോഴിയൊക്കെ വെച്ചും ഈ ഒരു റെസിപ്പി ചെയ്യാം. പക്ഷേ കുക്കിങ്ങിൻ്റെ ടൈം കുറച്ച് ഡിഫറെൻ്റ് ആയിരിക്കും. അതുകൊണ്ടാണ്. അപ്പോൾ നമുക്കൊന്ന് അടച്ച് വെച്ചിട്ട് നല്ല രീതിയിലൊന്ന് കുക്ക് ചെയ്തെടുക്കാം. ഇടയ്ക്കൊക്കെ ഒന്ന് ഇളക്കി മിക്സ് ചെയ്ത് നോക്കണം. നമ്മൾ ഒട്ടും വെള്ളം തന്നെ ചേർത്ത് കൊടുത്തില്ല. പക്ഷേ തിളച്ച് വരുമ്പോൾ തന്നെ ചിക്കനിൽ നിന്ന് തന്നെ കുറച്ച് വെള്ളം ഇങ്ങനെ പുറത്തേക്ക് വരും. ആ ചിക്കൻ അതൊന്നും കൂടി നന്നായിട്ട് മിക്സ് ചെയ്തെടുത്ത് നമുക്ക് പാകത്തിന് കുക്ക് ചെയ്തെടുക്കാം. നല്ലൊരു സ്മെല്ലൊക്കെയാണ് കേട്ടോ ഈ വരുന്നത്. നമ്മൾ വെറും സിമ്പിളായിട്ടുള്ള ചിക്കനാണ് ഉണ്ടാക്കുന്നതെങ്കിലും വളരെ നല്ലൊരു ടേസ്റ്റാണ് ഈ ഒരു മെത്തേഡിൽ ചെയ്യുമ്പോൾ. ഞാനൊരു 1/2 കിലോ ഉരുളക്കിഴങ്ങ് കൂടി ചെറുതായിട്ട് കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങളൊക്കെ വീട്ടിൽ ഉണ്ടാക്കുമ്പോഴത്തേക്ക് ഇങ്ങനെ ഉരുളക്കിഴങ്ങും ചിക്കനും കൂടിയിട്ട് വെക്കാറുണ്ടോ? ഞങ്ങളുടെയൊക്കെ നാട്ടിൽ എപ്പോഴും ബീഫാണെങ്കിലും ചിക്കൻ ആണെങ്കിലും കറി വെക്കുമ്പോഴത്തേക്കും ഉരുളക്കിഴങ്ങും കൂടി ചേർത്ത് വെക്കാറുണ്ട്. ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ് കേട്ടോ ഈ കോഴിക്കറിയിൽ. ഉരുളക്കിഴങ്ങും കൂടിയിട്ട് നല്ല പുട്ടിനെ കൂടിയൊക്കെ എന്താ ഒരു കോമ്പിനേഷൻ എന്നറിയോ? ഇത് ചോറിനെ കൂടിയാണെങ്കിലും ചപ്പാത്തിനെ കൂടിയാണെങ്കിലും എല്ലാത്തിനും നന്നായിട്ട് മാച്ച് ചെയ്യുന്ന ഒരു നല്ലൊരു കോമ്പിനേഷനാണിത്. അവസാനം ഞാൻ കുറച്ച് കശുവണ്ടി ഒരല്പം വെള്ളത്തിൽ നന്നായിട്ടൊന്ന് അരച്ചതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഒരു കറിക്ക് നല്ലൊരു ഗ്രേവിയും നല്ലൊരു കൊഴുപ്പും നല്ലൊരു ടേസ്റ്റും കൂടി കിട്ടും. നമ്മളിതിൽ തേങ്ങാപ്പാലൊന്നും ചേർത്തിട്ടില്ല കേട്ടോ. ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് ഞാൻ എടുക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ച് ഗ്രേവി ആയിട്ട് കുറച്ചും കൂടി വേണമെങ്കിൽ ഒരല്പം കൂടി ചൂട് വെള്ളം ഒഴിച്ചിട്ട് കുറച്ചും കൂടി ഗ്രേവി ആക്കി എടുക്കാം.
അസൽ ടേസ്റ്റാണ്, സൂപ്പർ ടേസ്റ്റാണ്. അപ്പം മസ്റ്റായിട്ട് എല്ലാവരും ഉണ്ടാക്കി നോക്കണം. നല്ല ചപ്പാത്തിനെ കൂടിയും ചോറിനെ കൂടിയും പൊറോട്ടിനെ കൂടിയും എന്ത് വേണ്ട നിങ്ങൾക്ക് എന്തിനെ കൂടിയാണ് കഴിക്കാൻ ഇഷ്ടം അതിനെ കൂടിയൊക്കെ നന്നായിട്ട് മാച്ച് ആവുന്ന നല്ലൊരു റെസിപ്പിയാണ്, ഈസി റെസിപ്പിയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം പറയണേ. താങ്ക്